സാറിന്റെ പൈസ സാറിന് കൂട്ടാണ്ട് എന്റെ കൂട്ടുകാരനല്ല, എന്റെ ഒരു പരിചയക്കാരൻ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങളുമൊക്കെ ഇതൊന്ന് ചെയ്തോട്ടെ. അതൊരു വലിയ സന്നദ്ധതയല്ലേ അത്. അങ്ങനെ കേരളത്തിലെ ഒരു 500 പേര് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ പെൻഷൻ കിട്ടാതെ ഉഴലുന്ന ജനതയ്ക്ക് വലിയ ആച്ചാവും. സർജറി പറഞ്ഞല്ലോ ആർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല. ഈ മൈക്രോ ഫിനാൻസിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളൊന്ന് വേറിട്ടരുന്നു. ആ മൈക്രോ ഫിനാൻസ് ഇല്ലാണ്ടാക്കണം. ഇതിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയാൽ നാളെ ഒരു പത്രപരസ്യം ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ മുഖം വെച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പോയി കൊടുക്കും. കേരളത്തിൽ അതാ സംഭവിച്ചു. നമുക്ക് ആധാരമില്ല. ഒന്നിന് 10 അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാൽ കരുവന്നൂർ കൊണ്ടിടും നിങ്ങൾ അല്ലേ? ഇൻട്രസ്റ്റ് ആരെ കിട്ടിയാൽ മതി. അല്ല ഇപ്പൊ കുറച്ചു നേരത്തെ പറഞ്ഞു അതുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. സത്യാണ്. കാരണം ഞങ്ങൾക്ക് ബാങ്കൊന്നും ലോൺ തരില്ലല്ലോ, പുറമ്പോക്കല്ലേ. നമ്മളാരും ഞങ്ങള് സിനിമാക്കാർക്കും ലോണില്ല, സാറിന് ലോണിന്റെ ആവശ്യം. സിനിമയ്ക്ക് ലോണില്ല. എനിക്ക് കാർ എടുക്കണമെങ്കിൽ ലോൺ വേണം. അല്ല അത് കിട്ടും. ഞാൻ പറഞ്ഞ സിനിമ നിർമ്മാണ പ്രവൃത്തിക്ക് ലോണില്ല ഇന്ത്യയിൽ, അറിയോ? പക്ഷെ നിങ്ങളുടെ ചോറിനകത്ത് സിനിമാക്കാരൻ പോസ്റ്റ് ഒട്ടിക്കുന്നതിന്റെ കാശ് വരെ ഉണ്ട്. നിങ്ങളുടെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുന്നത് സിനിമാ പോസ്റ്റർ ഒട്ടുന്നത് കൊണ്ടാണ്. തിയേറ്ററിൽ ടാക്സ് കളക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുന്നത്. മനസ്സിലാക്കിക്കോ. ഇല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർ ഈ പണം ഞങ്ങൾക്ക് വേണ്ടെന്ന് തുറന്നു പറയട്ടെ. അല്ല സാറേ, ഇപ്പോൾ പറഞ്ഞു വന്നത് ഇവരുടെ ഇപ്പോൾ ഈ വീടിൻ്റെ കാര്യങ്ങളും അതേപോലെ ഇപ്പം നമ്മൾ CRZ പരിധിയുമായിട്ടുള്ള ബന്ധപ്പെട്ടൊന്നും സംസാരിക്കില്ല. ഈ പട്ടയം പതിച്ചു കിട്ടുക, CRZ ആ റെഗുലേറ്ററി ഓർഡേഴ്സ് പ്രകാരം സംസ്ഥാന സർക്കാർ എന്താണോ ചെയ്യുന്നത് അത് അവരുടെ ഒരു അധികാര പരിധി. ഞാനൊന്നും പറയാം, ഒന്നും പറയാനും പറ്റില്ല, ചെയ്യാനും പറ്റില്ല. അവരെന്താ പറയണത് അതേ നമുക്ക് നടക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവർ പട്ടയമേളത്തിന് പോയി എന്നറിഞ്ഞ് ഈ പട്ടയമേളത്തിൽ പോയാലും ഇവർക്ക് ഇത് അനുവദിച്ചു സാഹോദര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. അന്നേരം പിന്നെ നമ്മളെ എവിടെയെങ്കിലും പറഞ്ഞ് അങ്ങനെ എവിടെയെങ്കിലും ഒന്നും പറഞ്ഞാൽ ശരി, ഓക്കെ, അത് നമ്മൾ സമ്മതിച്ചു. അപ്പോൾ അതിന് കുറച്ച് വഴങ്ങൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇവിടെ ജീവിച്ചാൽ മാത്രമേ ആ തൊഴിൽ ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു സംവിധാനമല്ല ഇപ്പോൾ. അപ്പൊ അതിലൊന്നും നമ്മൾ കടുംപിടുത്തം പിടിക്കരുത്. സർക്കാരിന് ചെയ്യിക്കില്ല എന്ന് പറയുന്ന നിശ്ചയത്തിലേക്ക് നമ്മൾ എത്തിക്കരുത്. നമ്മുടേതാണ് ആവശ്യം. ആ മനോഭാവം മാറ്റം നമുക്ക് വേണം. ഞാൻ വോട്ടിന് വേണ്ടി വന്നിരിക്കുന്നവനാണ്. പക്ഷെ നിങ്ങൾ സുഖിപ്പിച്ച് പതപ്പിച്ചൊന്നും വോട്ട് ഞാൻ മേടിച്ച് പോവില്ല. പറയാനുള്ളത് ഞാൻ പറയണം. മനസ്സിലായ നമ്മൾ സ്ട്രൈറ്റ് ആയി ഞാൻ ഈ സർക്കാരിൻ്റെ നടപടിയിൽ ഞാൻ ഉടനെ അവർ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നു. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ശരിയിലേക്ക് നമ്മളുടെ വഴങ്ങൽ കൂടി ഉണ്ടാവണം. കാര്യം നടക്കും. അല്ലാതെ വെറുതെ നമുക്ക് സർക്കാരുകളെ കുറ്റം. ഞാൻ അങ്ങനെയുള്ള രാഷ്ട്രീയ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ആവുകയില്ല. പഞ്ചായത്ത് ചെയ്തില്ല, അത് ഇതാക്കില്ല, തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് ഒരു ആക്ഷേപമാണ്. പക്ഷെ ആക്ഷേപം എന്ന് വെച്ചാൽ നമ്മളൊരു ആഗ്രഹങ്ങളും കൂടിയാണ് പറയുന്നത്. നമുക്ക് നല്ലൊരു വീട്ടിൽ കിടക്കാൻ എന്തായാലും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അത് ഇതിന് പട്ടയമില്ലാത്തതിൻ്റെ പേരിലാണ് പഞ്ചായത്ത് ഈ വക കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തത്. ഈ CRZ പരിധിയിൽ ഈ കാട്ടാടിയുടെ ഉള്ളിൽ വീട് വെച്ചവർക്ക് ആർക്കെങ്കിലും വീട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ? പഞ്ചായത്തായാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിനൊരു അടിസ്ഥാനം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ വക കാര്യങ്ങൾ ഇവിടെ നടക്കാത്തത്. ഒരു രാജ്യനീതിയുണ്ട്, ഒരു സംസ്ഥാന നീതി. കടലിൻ്റെ സ്വഭാവമനുസരിച്ച് കടൽ വന്ന് കഴുകുന്ന, കാർന്നെടുക്കുന്ന, ആടപടലം എടുത്തുകൊണ്ട് പോകുന്ന കടലിൻ്റെ സ്വഭാവം നേരിടുന്ന ഒരുപാട് തീരപ്രദേശങ്ങളുണ്ട്. അപ്പോൾ ചുമ്മാ നിങ്ങളുടെ സൗകര്യങ്ങളങ്ങ് സാധിച്ചു തരികയല്ല, നിങ്ങളുടെ അവകാശങ്ങൾ സാധിച്ചു തരികയല്ല, നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് സർക്കാർ സംവിധാനങ്ങൾ എവിടെയെങ്കിലും കുറച്ച് വയലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ആ സുരക്ഷ എന്ന് പറയുന്ന മാനദണ്ഡം
സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മതിയാവും. ആവശ്യക്കാരന് ഔചിത്യം വേണം. ഇപ്പോൾ ബാങ്കുകളിൽ അർബൻ ബാങ്ക്, റൂറൽ ബാങ്ക് അങ്ങനെ എല്ലാ ബാങ്കുകളിലും ആൾക്കാർക്ക് ജപ്തി നടപടികൾ നേടി. ഈ നമ്മളെ കൊറോണ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർക്ക് ജോലിക്ക് പോകാൻ പറ്റാണ്ട് എന്താണ് നമുക്കത് തിരിച്ചടവിനും കാലതാമസം വേണ്ടി വന്നു. ഇപ്പോൾ എല്ലാ വീടുകളിലും ഒരുവിധമുള്ള വീടുകളിലും കുടിയിറക്കുക, അതേപോലെ ആത്മഹത്യ, ഇതൊക്കെ സാറിൻ്റെ ശ്രദ്ധയിൽ പോയിട്ടുണ്ട്. അതിൽ എത്ര എണ്ണം ഞാൻ ഒഴിവാക്കി കൊടുത്തിട്ടുള്ളതെന്നറിയാം. അറിയാം, എൻ്റെ ഈ കയ്യിലിരിക്കുന്ന സാറ് തന്നതാണ്, എൻ്റെ മകൾക്ക് തന്നതാണ്. ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ മുന്നിൽ ഇപ്പോൾ വന്നത്. പറഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാനൊരു അപേക്ഷ സാറിനോട് ദയനീയമായിട്ട് പറയാം, ഒരു ആത്മഹത്യ ഇനി ഈ ലോകത്ത് നടക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും സാറ് പണം കൊണ്ടല്ല, പാർലമെന്റിൽ എനിക്ക് സംസാരിക്കാനുള്ള ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാനുള്ള സമയം കിട്ടാഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്താണോ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അത് എഴുതി കൊടുത്തതാണ്. വലിയ 4000 കോടി 5000 കോടിയൊക്കെ എടുത്തവന്മാർ പോയി കിടന്ന് സൂചിക്കുക. പാവപ്പെട്ട ജനങ്ങൾ ഇപ്പൊ കുടിയിറക്കിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സർപ്പാസി നയമാണത്. ഭയങ്കരമായി രൂക്ഷമായി പറയുന്നുണ്ട് ഞാൻ. അത് സാറ് എന്താ പറയുന്നത്? എന്തായി സാറ് ഒരു മുദ്രാ ലോൺ മര്യാദയ്ക്ക് കൊടുത്തില്ല. ജനങ്ങൾ ചെന്നപ്പോൾ പോയി മോദിയെടുത്ത് ചോദിക്കുക എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉടനെ ഇവിടുത്തെ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സംഘടന മുഴുവനും കൂടെ എന്നെ എടുത്ത് തിന്നാമെന്നാണ്. നടക്കൊന്നുമില്ല അത്. ഞാനത് മൈൻഡ് ചെയ്യുകയില്ല, വില പോലും കൽപ്പിക്കത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഉടനെ തീർക്കാനാണ് നോക്കുന്നത്. കുറച്ച് കാലയളവ് നീട്ടി കൊടുത്താൽ മതി ജനങ്ങൾക്ക്. അവർ തന്നെ അടച്ചോളൂ. എടുത്ത പൈസ നമ്മൾ തിരിച്ചടക്കണം. പക്ഷെ കാലയളവ് നീട്ടി കൊടുത്ത് ജനങ്ങൾ ആത്മഹത്യയെ നിരക്ഷിക്കണം. നോക്കട്ടെ, അതൊക്കെ പണ്ട് ഈ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞിട്ടൊരു വനനായകനുണ്ട്. വനം വെട്ടിങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷെർവുഡ് ഫോറസ്റ്റ് എന്നാണ്. ഇതൊരു ഒന്ന് ഗൂഗിളിൽ പോയി എടുത്ത് പിള്ളേരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ പിന്നെ വാട്ടർ വേൾഡിലെ കുട്ടികൾ വന്നോ? അവിടുത്തെ പിള്ളേർ വന്നോ? നൗഷറിന്റെ കുട്ടികൾ വന്നില്ലേ? നോമ്പ് തുറക്കാൻ സമയമായി കാണും അല്ല? നോമ്പ് തുറക്കാൻ സമയമായി. നിങ്ങൾക്കൊക്കെ നോമ്പ് തുറക്കണ്ടേ? ആയിക്കോട്ടെ. അല്ല, ഞാൻ ആ ബാബുക്കയുടെ വീട്ടിൽ ചെല്ലാമെന്ന്. ഇനി ഒരു കൺവെൻഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോകാൻ. കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. വികസിത് ഭാരത് സങ്കല്പ് യാത്രയെ കുറിച്ചൊക്കെ അറിയാമല്ലോ. അല്ല, ഞാൻ അതിന് മെസ്സേജ് കഴിഞ്ഞപ്പോ എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോ ഞാനയച്ച എനിക്ക് സുരേഷ് ഗോപി സാറിനെ കണ്ട് സംസാരിക്കണം എന്നാണ്. സംസാരിച്ചില്ലേ? എവിടെ സാറിന് കാണാൻ പറ്റിയ ഭാഗ്യം. ഞാൻ സംസാരിച്ചെല്ലാം കേട്ടില്ലേ? നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പലരും പറഞ്ഞില്ലേ? അതെല്ലാം ഞാൻ കേട്ടില്ലേ? അതിനെനിക്കറിയാവുന്ന സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ മറുപടിയും പറഞ്ഞില്ലേ? അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഈ നടപടികളെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന് മുന്നോട്ടുണ്ടെങ്കിലും നോക്കട്ടെ. അതാണ് എനിക്ക് തോന്നുന്നത് സ്റ്റഡി ഫ്രം ഹോമിന് വേണ്ടിയായിരുന്നു അല്ലേ? എല്ലാവരുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ കാര്യം ഞാനൊരാളെ ഏൽപ്പിക്കും. അത് സാറ് എന്നെ പിടിച്ചു നിർത്തരുത്.